വീട്ടുപേരിൽ നടത്തറ എന്നും നടത്തറയിൽ എന്നും 2 പേര്. കുഴപ്പമായി. പൈസ ഒരുപാട് ചെലവ് ചെയ്താ പോകാൻ പറ്റില്ല. പോലീസുകാരൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. SI സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമുക്കൊരു കമ്മീഷണറുണ്ട്, അങ്ങനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയി. FIC ഡെപ്യൂട്ടേഷൻ തിരുവാവൂർ സ്വദേശിയായിട്ടുള്ള ചന്ദ്രമോഹൻ, നിങ്ങളുടെ അറിയില്ല. പക്ഷെ എനിക്കറിയില്ല. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ചോദിച്ച സ്ഥാനത്തവിടെ മനസ്സിലായില്ല. ഞാനാണ് ചന്ദ്രമോഹൻ. നാരായണ സംസാറിന്റെ വീടിന് പിറകിലാണ് പോയിട്ട് ഞാൻ ഒരു IPS ഒക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കുകയാണ്. ഈ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. എന്റെ ഒരു ആവശ്യം നടത്താന്നുള്ളതല്ല. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി IPS പാസ്സായി ഒരു വലിയ കസേരയിൽ ഇരിക്കും. എന്നാൽ ഞാൻ ഉടനെ സാറ് വന്ന കാര്യം പറഞ്ഞല്ലോ, ഇത് എന്നെ കണ്ട സന്തോഷമായി. ഇനി കാര്യം നടന്നിട്ടുള്ളൂ. ഇന്നതാണ് കാര്യങ്ങളോ അങ്ങനെ അവിടെ ഇരുന്ന് 2-3 ഫോണുകളോ ഉടനെ ഈ ബന്ധപ്പെട്ട പോലീസുകാരുടെ ഫോൺ എനിക്ക് വന്നു. കാരണം നാളെ ഈ പേപ്പറിൽ ഈ കുട്ടിയായിട്ടുണ്ട് വരാൻ നിരോധമുള്ള ചോദിച്ചു. അതിൽ എനിക്ക് 100 പ്രാവശ്യം വരാൻ സന്തോഷമാണ്. കാര്യം പറഞ്ഞത് തന്നെയാണ്. മോഹൻ പോകാനുള്ള സമയമായി കൂടെ വിടണം. വളരെ അമിതമായിട്ടൊന്നും അല്ല. ഈ നടത്തറയിൽ എന്ന വീട്ടുപേരുന്ന വ്യത്യാസം ഞാൻ എന്ന ഭാഗത്ത് ഏൽക്കുന്നുവെന്ന് ചന്ദ്രബാബു വിളിച്ചു പറഞ്ഞു. ഞാൻ ഗ്യാരണ്ടി കൊടുത്തു. ആ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു വിദ്യാർത്ഥി അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ അത്രയും വന്നത്. അപ്പൊ ഞങ്ങളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായി എന്ന് ഞങ്ങൾ അറിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? ഞങ്ങൾ ഇവിടെ ഒരുപാട് ദിവസം നിങ്ങളെ പ്രസംഗിച്ച് പരിശീലനം നടന്നിട്ട് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടിയോ? നിങ്ങൾ എവിടെ വരെയൊക്കെ എത്തി? നിങ്ങൾ വല്ല സമൂഹത്തിൽ സേവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാതെ. അതുകൊണ്ട് ഞാൻ അധികം പറയാറില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇന്നതാണ്, ഇന്നത് ചെയ്യുന്നു, ഞങ്ങളുടെ മക്കളൊക്കെ ഇത്ര വരെയായി, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾക്ക് സന്തോഷപ്പെടുന്ന എന്റെ അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായത്തിൽ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. വളരെ ചുരുക്കം പേരെ കുറിച്ച് അറിയാവും. ഇപ്പൊ ഒരു ജില്ലാ ജഡ്ജിക്കൂടെ ഷെയ്ഖാന്റെ കൊടുക്കുന്ന കണ്ടല്ലോ, നമ്മള് വെറുതെ ഇരിക്കുന്നില്ല. എന്റെ സ്വഭാവം അനുസരിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ കോളേജിൽ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് തന്നെ ഒരു മനസ്സുകൊണ്ട് 10 വയസ്സ് കുറയും. എന്റെ കാഴ്ചപ്പെടുന്ന ഞാൻ ചന്ദ്രമോഹനെ കണ്ടു വന്നിട്ട് എനിക്ക് 10 വയസ്സ് കുറഞ്ഞു എന്നുള്ള സത്യം. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളെ കണ്ടു 10 വയസ്സ് കുറയും, ഒരു സംശയമില്ലാതെ. മനസ്സുകൊണ്ടാണോ വയസ്സാണ് ആദ്യം കൂടെ അതിനെ കൊണ്ട് നമുക്ക് അവൈധികമായിട്ടുള്ള ഗുണം ഞാൻ പറഞ്ഞതാണ്. ഞങ്ങളെ കൊണ്ട്, ഈ അധ്യാപകരെ കൊണ്ട്, ശങ്കര കോളേജിനെ കൊണ്ട്, ഈ സാഹചര്യത്തെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി എന്നറിയാൻ അതിയായ താല്പര്യം. അത് നിങ്ങൾ തുടങ്ങാമെന്ന് എനിക്ക് പറയാനുള്ളത്. മക്കളെ 2 പേരാണ്. മൂത്തത് മകളാണ്. അവളിപ്പോ എൻട്രൻസ് പരീക്ഷ എഴുതുന്ന തിരക്കിലാണ്. രണ്ടാമത്തെ ആള് പഠിക്കുന്നു മകൻ. പിതാവ് ഈ കോളേജിൽ അധ്യാപകനായിരുന്നു. അർദ്ധം മാഷെന്ന് പറയും മനസ്സിലായി. പോകുമ്പോ അതിനേക്കാൾ മുമ്പ് ഞാനിവിടെ 29 ജൂണിലെത്തി. അത് ഡിഗ്രിക്കാവും. ഞാൻ 89 വരെ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ്. പിന്നെ ജോലി സാറിന് മാത്രം എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇതിൽ മാറ്റം വന്നത്. ബാക്കി എല്ലാ അധ്യാപകരിക്കാണ്. നേരത്തെ സാറിന് ഒരു തെറ്റുണ്ടായിരുന്നില്ല. വളരെ സന്തോഷമുണ്ട്. ഇവിടെ 93 സാറും അതുപോലെ ഗോളി സാറും ഒക്കെ വിദ്യാഭ്യാസം പോകുമ്പോൾ ഇവിടെ സെന്റ് ഓഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ബോട്ടണി അസോസിയേഷൻ രൂപീകരിച്ചു. ഇവിടേക്ക് നമ്മുടെ അടുത്ത കാലത്താണ് ഇവിടെ അലുമിനിയൊക്കെ വന്നത്. 93 അന്ന് 264 പേര് ഇതിൽ പങ്കെടുത്തു. 64 കോൺഗ്രസുള്ള മുഴുവൻ പേരെയും കോളേജില് ബോട്ടണി പഠിച്ചുപോയ എല്ലാവരെയും ഒന്ന് കത്തയച്ച് അന്ന് അയച്ചിരുന്നു. KSR പണിക്കർ സാറാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നിശ്ചയിക്കുക. പിന്നെ ഞാനിവിടെ ബോട്ടണി ആയിരുന്നു.
കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പക്ഷെ ഇപ്പം രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ എനിക്ക് പിന്നെന്താ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അധ്യാപകർക്ക് ഒരുപാട് വാരിക്കോരി തന്നിട്ടുണ്ട്. കൂടെ ബോണസായിട്ട് വിടുന്ന ഒരു ഭാര്യയും കിട്ടി. വോട്ട് തന്നെയായിരുന്നു. കുട്ടികൾ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ലിറ്ററേച്ചറിലുണ്ട്. പല കോളേജുകളും പറഞ്ഞെങ്കിലും ഇപ്പൊ രഥ ടീച്ചർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, മൊബൈൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ തന്നെ പഠിക്കണം എന്ന മോളെ പഠിപ്പിക്കണം. ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. മകൻ +1 ആയിരുന്നു. അതാണ് എന്റെ ഇവിടെ പറയാൻ പറ്റിയതും നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയും വളരെയധികം സന്തോഷം. 29 വയസ്സിൽ പഠിച്ച വ്യക്തിയല്ല, അല്പം കൂടി പഴയ മുള്ള. 1968 ജൂണിൽ കൂടെ വന്ന് PDക്ക് ജോയിൻ ചെയ്ത് 73 സുവോളജി ബാച്ചിൽ പാസ്സായി പോയ ആളാണ്. ഇവിടെ നിങ്ങളെ കൂടെ ഇവിടെ എത്താൻ കാരണം ഞാൻ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു മുൻ പ്രസിഡന്റായി എനിക്കാണ് എത്തിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയേണ്ട താല്പര്യം ഇല്ലാതെ എന്തായാലും കാര്യം പറയാനുണ്ട്. ഈ ആരോഗ്യ അസോസിയേഷൻ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് സാബുവിനോട് വളരെയധികം, പ്രസിഡന്റ് സാബുണ്ടല്ലോ കേട്ടോ, ഈ സംഗമത്തിന്റെ കൺവീനറായ സാബുവിനോട് അസൂയ തോന്നാണ്. ഇതിന്റെ ആരോഗ്യ അസോസിയേഷന്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഞാനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പറയാറില്ല. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ ആ പെയിൻ, ഇവിടുത്തെ പെയിൻ എത്രയാണ് എന്നുള്ളത് നിങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാവും. അപ്പൊ ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്രയും വർഷം പഴക്കമുള്ള കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ ഇപ്പോഴും 250 മെമ്പേഴ്സേ ഉള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് നമ്മുടെ മാതൃസംഘടനയായ പൂർവ്വ വിദ്യാർത്ഥി ഈ ശങ്കര കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗങ്ങളാവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള, നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലേക്ക് അംഗങ്ങളാക്കി തരണമെന്ന് ദയവായി അപേക്ഷിക്കുകയാണ്. നമസ്കാരം. എന്റെ പേര് തോമസ് പടയട്ടു. വീട് കാലത്തിലാണ്. ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫായിരുന്നു. പിന്നെ 73 ഞാൻ പാസ്സായി ഞാൻ റിട്ടേൺ ചെയ്തിട്ടാവുമല്ലോ, ഞാൻ പറയുന്നില്ല. ശരി. എന്റെ പേര് അബ്ദുൾ റഹീം. കേരള ഹൈക്കോടതിയിലെ ജഡ്ജാണ്, ജസ്റ്റിസ് അബ്ദുൾ റഹീം. സാറ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഞാനല്ല, എന്റെ ഒരു മുൻഗാമിയുണ്ട്. അദ്ദേഹം ഇപ്പൊ സുപ്രീം കോടതിയിലെ ജഡ്ജാണ്. ശങ്കര കോളേജിലെ സന്തതി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഒരുപക്ഷെ ഈ കോളേജിൽ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിയിട്ടുള്ളത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുക. എന്തായാലും ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഇതിനു മുമ്പും 1-2 മീറ്റിങ്ങുകൾക്ക് ഇതേമാതിരി സാബു വിളിച്ച് ഇവിടെ വരാൻ, ഒരു പ്രാവശ്യം മൊത്തത്തിലുള്ള അലുമിനി മീറ്റിങ്ങിൽ ഞാനും കുര്യൻ ജോസഫ് സാറും ഒരുമിച്ച് പങ്കെടുത്തു. എനിക്ക് 2 മിനിറ്റ് സാബു പറഞ്ഞു, അല്പം കൂടെ സമയം കൂടുതലെടുക്കുകയാണ്. എനിക്കിത് ഒരു ഇരട്ട സന്തോഷത്തിന്റെ അവസരമാണ്. കാരണം ഇന്നലെയും മിനിയാന്നുമായി ഇതിനേക്കാൾ വലിയൊരു സന്തോഷം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഇന്നലെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണുമായിരിക്കും, ഞങ്ങൾ LLBക്ക് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച 6 പേരാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജഡ്ജിമാരായത്. വളരെ യാദൃച്ഛികമായ ഒരു അത്ഭുതമാണ്. ഇന്നലെ മനോരമയുടെ ഒക്കെ ഫ്രണ്ട് പേജിലൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു, മാതൃഭൂമിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ സൗഹൃദം അല്ലെങ്കിൽ പഠനകാലത്തെ ആ കൂട്ടായ്മ തിരിച്ചു വരുന്നതിന്റെ മാധുര്യം വളരെ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങള് LLBയുടെ ഞങ്ങളുടെ ബാച്ചിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ വർഷവും, ചിലപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യവും, ഇപ്പൊ ഇന്നലെ ഒരു ജഡ്ജി പുതിയത് കൊണ്ട് ഉടനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാട്സാപ്പും കമ്മ്യൂണിക്കേഷനും ഒക്കെ അയച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് കൂടാനിരിക്കുകയാണ്. അപ്പൊ ഈ കൂട്ടായ്മയുടെ സൗഹൃദം ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഇന്നിവിടെ എങ്ങനെയെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ അനുഭവം. അത് വെറും സൗഹൃദം പുതുക്കലിൽ ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും സമൂഹത്തിൽ വലിയ ഒരു
ചലനം ഇത്തരം കൂട്ടായ്മകൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാൻ പഠിച്ച സ്കൂളിൽ 75ാം വാർഷികത്തിന് ഞാനും ശ്രീ ബെന്നി ബഹനാനും ഇപ്പോൾ പഠിച്ചത് ഒരേ സ്കൂളിലാണ്, പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല ശാലേന്ദ്ര സ്കൂൾ. അവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയോ സംഗമമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ വിപുലമായിട്ട് ഒരു 3-4 മാസം മുമ്പ് അവിടെ വിളിച്ചുകൂടി ഞങ്ങൾ ഒരു വലിയ കൂട്ടായ്മ ബെന്നിബാനൻ അധ്യക്ഷനായിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഒരു വലിയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 35-36 വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരുപാട് പഴയ സുഹൃത്തുക്കളെ ഓർമ്മ പുതുക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായിരുന്നു. ഇവിടെ ഇപ്പോ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ കാർഗിൽ കോളേജിൽ വലിയ ഒരു വിദ്യാർത്ഥി ശിഷ്യ സമ്പത്തുള്ള കോളേജാണ്. വളരെ നല്ല നിലയിൽ നമുക്കിത് വിളിച്ചുകൂട്ടാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. തന്നെയല്ല, ക്രിയാത്മകമായി പലതും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത സാറിപ്പോൾ പറഞ്ഞു, ഒരു IPS കാരനെ കണ്ടപ്പോൾ സാറിന് വളരെ അത്ഭുതവും ആഹ്ലാദവും ഒക്കെ തോന്നി. കണ്ടുവരുന്ന ഒരു പ്രത്യേകത, പലരും വളരെ ഉന്നതമായ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സഹപാഠികളായിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി ആ ബന്ധം പുതുക്കുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രാധാന്യം. മറ്റൊരു വസ്തുത, തലമുറകൾ കഴിയുമ്പോഴും ഒരുപക്ഷെ ഇപ്പോ ഇവിടെയുള്ള അധ്യാപകർക്ക്, ഇവർക്കല്ല, ഇപ്പോ ഇവിടെയുള്ള അധ്യാപകർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലുള്ള സഹപാഠികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ഊഷ്മളത വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ തലമുറകൾ കഴിയുന്നതോറും അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുക. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പലപ്പോഴും അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കാണിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സമൂഹത്തിലുള്ള മറ്റു പല ഘടകങ്ങളുമായിരിക്കാം അതിന് കാരണം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ മാതൃകയാകാനും അവരെയൊക്കെ അല്പം പ്രചോദനം കൊടുക്കാനും നയിക്കാനും ഒക്കെ സാധിച്ചാൽ അതൊക്കെ നല്ല കാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. പിന്നെ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 കുട്ടികളാണുള്ളത്. മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് MS കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു IT കമ്പനി നടത്തുകയാണ് എറണാകുളത്ത്. മോള് LLBക്ക്, ആദ്യത്തെ മോള് LLB ഫൈനൽ സെമസ്റ്റർ പഠിക്കുകയാണ്. അവരുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. 3ാമത്തെ കുട്ടി 12ാം ക്ലാസ്സിലേക്ക് 11 നിന്ന് 12ലേക്ക് ആയിരിക്കും. താങ്ക് യു. പറഞ്ഞു കേട്ടായിരുന്നോ? ഒരു സഭാകമ്പം ഈ സ്റ്റേജിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കയ്യും കാലത്തൊന്നും പറയുന്നു. ഞാൻ 79 പോയതിനു ശേഷം 2-3 ഫിലിമിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അത് വിട്ടിട്ട് കമ്പ്യൂട്ടർ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെന്നൈയിലാണ് സെറ്റ് ആയിരുന്നത്. എൻ്റെ വൈഫ് വന്നിട്ട് ഞങ്ങൾക്ക് കുട്ടികളാകും. ഇതാണ് ഹിസ്റ്ററി. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. പിന്നെ സിൻഡിക്കേറ്റ് ബാങ്കിൽ ഓഫീസറായിട്ട് സെലക്ഷൻ ചെയ്ത് ഡൽഹിയിൽ പോയി ജോയിൻ ചെയ്തു. ശേഷം 2000 അങ്കമാലി ബ്രാഞ്ച് മാനേജറായിരുന്നു. ബാങ്കിൽ റിസൈൻ ചെയ്ത് ഗൾഫിൽ പോയിട്ടുണ്ടായി. അവിടെ ചെറിയ കോൺട്രാക്ടിങ് ബിസിനസ് ഉണ്ട്. പിന്നെ ഇവിടെ തൃശ്ശൂരും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 കൂടി നടന്നുകൊണ്ട് പോകുന്നു. വൈകിയ വേളയിലാണ് എന്നെ എന്റെ സഹപാഠിയായിട്ട് പോൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു സംഘമുണ്ട്, അനിൽകുമാർ. അപ്പോ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോകാനിട്ടായിരുന്നു. അപ്പൊ എനിക്ക് വിട്ടുവിന് ശേഷം പോകാൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ട് വളരെ സന്തോഷമുണ്ട്. എന്റെ കുടുംബം, എന്റെ മൂത്ത മകൻ ഗൈനക്കോളജിസ്റ്റാണ്, കല്യാണം കഴിഞ്ഞു. 2ാമത്തെ മകൻ ഇപ്പോ ഇൻഫോ പാർക്കിൽ എഞ്ചിനീയറാണ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകും. എല്ലാവരും കണ്ടിട്ട് പഠിച്ചിരുന്നു. ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഹെഡ് ഓഫീസറാണ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഭാര്യ, 2 മക്കള്, ബോയ്സ് ആണ്. 2 പേരും പഠിക്കുന്നു. മൂത്തയാള് 2 പേര് എഞ്ചിനീയറിംഗിനാണ് പഠിക്കുന്നത്. ഒരാൾ ആദിശങ്കരയിൽ തന്നെ ഫൈനൽ ഇയർ, ഒരാള്
ബാംഗ്ലൂർ ക്രൈസ്റ്റ്. പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഏത് ബാങ്കിന്റെ മാനേജർ ലോൺ കൊടുക്കുന്നു? Honorable Justice, സർ, ഞാനിപ്പോൾ പൂർവ്വ വിദ്യാഭ്യാസ സംഘടന ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനൻ കാൽവികാരനാണ്. അദ്ദേഹം തൽക്കാലം എറണാകുളത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് തോമസ് പടയാട്ടി പറഞ്ഞതുപോലെ 2005 നമ്മളിവിടെ പൊതുവായിട്ട് അലുമിനി അസോസിയേഷൻ എന്ന പേരിൽ ഈ പൂർവ്വ വിദ്യാഭ്യാസ സംഘടന രൂപം കൊടുത്തത്. എന്നാൽ നമ്മളിപ്പോൾ അവിടെ പോയ നമ്മുടെ സ്റ്റീവുമായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ രാമചന്ദ്രൻ സാറിന്റെ ഒക്കെ സഹായത്തോടുകൂടിയാണ് രൂപം കൊടുത്തത്. അതിനുശേഷം നമ്മള് എങ്ങനെയൊക്കെ ശ്രമിച്ചത് 500 താഴെ അംഗങ്ങളാണ് നിലവിൽ ആ സംഘടനയിലുള്ളത്. അതുപോലെ അതിന് തന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു പൂർവ്വ വിദ്യാഭ്യാസ സംഘം നടത്തുക. ദുബായിലേക്കുള്ള കുറെ പേര് പങ്കെടുക്കുന്നു. അവിടെ നമ്മൾ 150ഓളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ദുബായിൽ ഒരു സംഘടന രൂപീകരിച്ച് അവർ വർഷത്തിലൊരിക്കൽ കൂടി ഗംഭീരമായ ഒരു കാര്യങ്ങൾ നടത്തുന്നു. അതിൽ ഈ കാലി പ്രദേശത്തുള്ള 2-3 ഫാമിലിയൊക്കെ വന്നു ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ MD ആനന്ദ് സാറാണ്, ഹൈക്കോടതിയിലുള്ള അഡ്വക്കേറ്റ് കെ ആനന്ദാണ് ഇപ്പോഴത്തെ മാനേജർ ട്രസ്റ്റി. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞാൻ ജസ്റ്റിസിന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ വീട് മാറിയവർ അന്ന് അറിയാതെ നമ്മൾ ക്ഷണിക്കാൻ പോയായിരുന്നു. പിന്നെ കുര്യൻ ജോസഫ് സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയായിരുന്നു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിമിതമായ ഫണ്ടാണ് നമുക്ക് സംഘടനയ്ക്കുള്ളത്. അല്ല, നമ്മൾ ചെയ്യുന്നത് എല്ലാ വർഷവും ഈ പഠന മികവ് കാണിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ സംഘടനയുടെ പേരിൽ ട്രോഫികൾ കൊടുക്കാറുണ്ട്. അതിനുശേഷം ഈ കോളേജിലെ കോമൺ സൗണ്ട് സിസ്റ്റത്തിലേക്ക് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൗണ്ട് സിസ്റ്റം ഏർപ്പാട് ചെയ്യാൻ. പിന്നെ വാട്ടർ പ്യൂരിഫയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബൈക്ക് വയ്ക്കുന്നത് ആൺകുട്ടികൾ താഴെ ഷെഡ് വയ്ക്കാൻ മുൻ പ്രിൻസിപ്പൽ രാമചന്ദ്രൻ സാറുള്ള സമയത്ത് നമ്മുടെ ഫണ്ട് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്തത് താഴെയുള്ള ഓഡിറ്റോറിയം, പണ്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഒരു സ്റ്റേജ് ഒക്കെ റെഡിയാക്കി നന്നായിട്ട് എല്ലാവരും ഒരു ഫംഗ്ഷൻ നടത്താവുന്ന രീതിയിലുള്ള പൈസ എല്ലാം നമ്മുടെ ഫണ്ടിന്റെ ചിലവാക്കിയത്. അങ്ങനെ നമ്മൾ ഉള്ള പൈസ കൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഈ കോളേജിലും ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് നമ്മുടെ PG ജോലി ഉൾപ്പെടെ PG ജോലി ഇപ്പോൾ നിലവിലുള്ള ജോസ് കെട്ടയില് തുടങ്ങി ബെന്നി ഉൾപ്പെടെ നിരവധി ആളുകൾ മറ്റേ ജസ്റ്റിസ് സാറ് കുര്യൻ ജോസ് സാറ് എല്ലാവരും മെമ്പർമാരാണ്. 2000 രൂപയാണ് ലൈഫ് മെമ്പർഷിപ്പിന് അന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആ 2000 രൂപ കൊടുത്തും മെമ്പർഷിപ്പ് എടുത്താൽ വർഷത്തിൽ പുതുക്കേണ്ടതില്ല. അവരുടെ അതിനുശേഷം എന്റെ ഒരു മെമ്പർഷിപ്പ് ആക്റ്റീവ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 200 രൂപ അടച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും അത് റിവ്യൂ ചെയ്യണം. നമ്മൾ വർഷത്തിലൊരിക്കൽ ഈ സംഘടനയുടെ വാർഷിക ജനറൽ ഈ ഹാളിലാണ് നമ്മൾ കൂടാറുള്ളത്. ഈ ഹാളിൽ കൂടി ഓരോ വർഷത്തെ ജനറൽ കൂടി വരും വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ട്രഷറർ, കോളേജിലെ പ്രിൻസിപ്പളാണ് ട്രഷറർ. അതിന്റെ അക്കൗണ്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറുടെ പേര് ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ്. ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വി രാജലക്ഷ്മി ടീച്ചർ ബാക്കിംഗ് ടീച്ചറെ കഴിഞ്ഞ ദിവസം ഈ 31-ാം തീയതി റിട്ടയറായി. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പേര് നമ്മൾ ഈ ഹാളിൽ തന്നെ കൂടി കുറച്ചുപേരുണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ടീച്ചറെ നമ്മൾ ആദരിച്ചു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ സംഘടന നമ്മൾ പ്രഗത്ഭരായ വ്യക്തികളെ നമ്മളിരിക്കുന്ന സാറ് മറ്റേ റഹീം സാറിനെയും കുര്യൻ ജോസഫ് സാറിനെയും ഈ വേദിയിൽ തന്നെ വെച്ചാണ് നമ്മൾ സെമിനാർ ഹാളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ആദരിച്ചു. അതുപോലെ തന്നെ മറ്റേ കുര്യൻ ജോസഫ് സാറ് സുപ്രീം കോടതി ജഡ്ജിയായതിനു ശേഷം ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് പരിശോധിച്ച് ആദരിച്ചായിരുന്നു. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ജയറാം ഞാൻ പറഞ്ഞത് ഞാൻ 80-82 ബാച്ചിൽ ജയറാമിന്റെ ഒപ്പമാണ് ഇവിടെ പഠിച്ചു പോകുന്നത്. അന്ന് ജയറാം വേറെ ചേരിയിൽ, ഞാൻ SMയുടെ ചേരിയിൽ ഞങ്ങൾ മത്സരിച്ചു. ജയറാം തോറ്റു. അദ്ദേഹം എന്നാൽ ഓർമ്മകളൊക്കെ. അങ്ങനെ ജയറാമിനെ ഞങ്ങൾ വിളിച്ച് ശങ്കരക്കുളയില് ഇവിടെ വിളിച്ച് പത്മശ്രീ കിട്ടിയതിന് അയാളെ ആദരിച്ച് പുരസ്കാരം കൊടുത്ത് ബഹുമാനപ്പെട്ട ജഡ്ജി അബ്ദുൾ റഹീം സാറാണ് ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതല്ലേ. നമുക്ക് ഗംഭീര പരിപാടി ഓഡിറ്റോറിയം നിറച്ച ആളുകളും കുട്ടികളൊക്കെ അത് റഹീം സാർ വന്നത്. അതുപോലെ ഒത്തിരി പരിപാടികൾ നടത്തുന്നത് നമ്മുടെ ഫണ്ട് വളരെ പര്യാപ്തമാണെങ്കിലും അംഗസംഖ്യ വളരെ കുറവാണെങ്കിലും ഉള്ള ആളുകൾ വെച്ച് നേരത്തെ തോമസ് പടയാട്ടി പറഞ്ഞത് ഒരുപാട് കൂടിയാണ്. പക്ഷെ കഴിഞ്ഞ സംഗമത്തിൽ ഒരു 40ഓളം പേര് പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് വലിയ പുരസ്സരം
അഭ്യർത്ഥിക്കാനാ ഒരു അപേക്ഷയുള്ളത് ഈ വന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായ മാന്യ വ്യക്തികള് എന്റെ സീനിയേഴ്സ് ആയിട്ട് കൂടെ പഠിച്ചു പോയ ഉന്നത സ്ഥാനമുള്ള മുഴുവൻ ആളുകളും ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ മെമ്പർഷിപ്പ് എടുക്കുന്നവരെ ഫോൺ നമ്പർ വിളിച്ചു പറയും, അല്ലെങ്കിൽ ലെറ്റർ പോസ്റ്റ് ചെയ്യും, വാർഷിക ടെമ്പോടിക്കും. അതുപോലെ പ്രധാനപ്പെട്ട പരിപാടികൾ അറിയിക്കുമ്പോൾ നമ്മുടെ കോളേജിനെ പറ്റി ഒന്ന് ഓർമ്മകൾ അയവാക്കുന്നതിന് ഒന്ന് ഒത്തുചേരുന്നതിന് വേണ്ടി വന്ന് കൂടണം. അതിനൊരു ഓഫീസറുടെ താഴെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇടയ്ക്ക് കൊടുക്കുന്ന അലുമിനി അസോസിയേഷൻ ഒരു ഓഫീസുണ്ട്. താഴെ തന്നെ ഒരു 10-12 ചെയറുകളുടെ താഴെ ഒരു ഓഫീസുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുന്ന സമയം എടുക്കുന്നില്ല. ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് കാണുന്നതിന് നമ്മൾ പല സാറുമാരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ എല്ലാവരും നിങ്ങൾ ഒരുമിച്ച് വന്നാൽ ഈ ഒരു അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിനെ സംഘാടകരാണെന്ന നിങ്ങൾ ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സാറിന് ഇവർക്ക് എല്ലാവർക്കും എല്ലാവരുടെയും കൂട്ടായ്മ വീണ്ടും ഒരിക്കലും കൂടുന്നതിനും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ ഇടപെടുന്നതിനും സാധിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപകരുടെ മുമ്പ് ഇവിടെ വന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അതോടൊപ്പം തന്നെ സഹപാഠികളെ കാണുന്ന എനിക്കിപ്പോഴും ആ രൂപം ഓർമ്മയിൽ വെച്ചിരിക്കുന്ന ആ നിങ്ങളുടെ രൂപമല്ല, ആ പണ്ട് കണ്ട ആ രൂപമാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ. വിദ്യാർത്ഥികളായാലും എല്ലാവരുടെയും ആ രൂപമാണ് ഇപ്പോഴും ഇത് സാറ് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ നേടിയാണ്. കുറച്ച് ജനങ്ങളും നേടിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ അത് ഒട്ടൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ തവണ മികച്ച അധ്യാപക സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല പ്രോജക്റ്റ് സാറിനറിയാം, SPC പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ചെയ്തത് ഞാനാണ് 2 വർഷക്കാലം. അതിനുശേഷമാണ് ഗവൺമെന്റ് അംഗീകരിച്ചതും നടപ്പാക്കിയതും. അതിനുള്ള ഇപ്പോൾ ഉദ്യോഗ അവാർഡ് DAG വിജയൻ സാറ് നേടുകയുണ്ടായി. അതിന്റെ പ്രോജക്റ്റ് ചെയ്തത് 1 വർഷം ഞാനായിരുന്നു. അതുകൂടാതെ സ്റ്റുഡൻസ് ലോയേഴ്സ് ഓർഗനൈസേഷൻ, സ്റ്റുഡൻസ് സയൻസ് സ്ക്വാഡ് എന്നീ 2 പ്രോജക്റ്റുകളൂടി ഞാൻ ചെയ്തിട്ട് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഈ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴുള്ള അധ്യാപകരും കുട്ടികൾ എന്റെ സഹപ്രവർത്തകരും എനിക്ക് ഇതാണെന്ന് പറയാൻ പറ്റും. കാരണം എന്നാൽ ക്ലാസ്സിൽ ഞാൻ സാറിന്റെ ക്ലാസ്സിലും അപ്പത്തെ സാറിന്റെ ക്ലാസ്സിലും സാറിന്റെ ക്ലാസ്സിലും കൃത്യമായി കയറി വരും. പക്ഷെ മറ്റുള്ള ക്ലാസ്സുകളിൽ ഞാൻ അല്പം മോശമായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉഴപ്പി എന്നുള്ളത് തെറ്റായി തോന്നുന്നില്ല. അതനുസരിച്ച് ധൈര്യം കിട്ടാനായിട്ട് ഇതൊക്കെ വളരെ ആവശ്യമായിരുന്നു. പഠിക്കുന്ന സമയത്ത് ക്ലാസ് പരിഷ്കരിക്കലും ഇതൊക്കെ അന്നൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ജീവിതത്തില് എന്തിനെ നേരിടാനായിട്ടുള്ള ഒരു തന്റേടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ജീവിതത്തിലെ എന്റെ ഭാര്യയാണെങ്കിൽ കല്ലൂർക്കാട് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ്. മക്കൾ 2 പേര് ആൺകുട്ടികളാണ്. മൂത്തയാള് MCA കഴിഞ്ഞു, ബാങ്കിങ് കോച്ചിങ്ങിന് പോകുന്നു. രണ്ടാമത്തെ ആൾ MBA കഴിഞ്ഞു. അങ്ങനെ വലിയ മോശമില്ലാത്തൊരു ജീവിതം നയിച്ചു. BSc കഴിഞ്ഞിട്ട് കോതമംഗലം ക്വാളിഫിക്കേഷൻസ് കോളേജിൽ MSc എടുത്തു. അതിനുശേഷം വക്കീല കോഴ്സിന് എനിക്ക് സപ്ലൈനായിട്ട് ജോലി കിട്ടി. വർക്ക് യൂണിറ്റ് കോഴ്സ് ചെയ്തപ്പോൾ എന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടുത്തെ 3 ഫാക്ടറിനെ ഇമ്പാനായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്. മോൻ MBA ഇൻഫർമേഷൻ സിസ്റ്റം പാസ്സായി ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയിൽ സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മോള് MCA ആണ്. അവിടുത്തെ DAG ഒരു ഫ്രഞ്ച് കമ്പനിയിൽ ഇൻഫൈ ബിസിനസ് ഓഫീസിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിനുശേഷം കൊച്ചിനെടുത്തുള്ള ഓഷ്യനോഗ്രാഫിയിൽ MSc എടുത്തു. അതിനുശേഷം ഒരു 3 വർഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി എന്ന് പറയുന്ന ഗോവ അവിടെ റിസർച്ച് ഫെലോ ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ DRDO ഡിഫൻസ് റിസർച്ച് എന്ന ഓർഗനൈസേഷൻ കാക്കനാട് നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫി ലബോറട്ടറി എന്ന ഒരു സ്ഥാപനത്തിന് സയന്റിസ്റ്റാണ്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ സ്ഥാപനത്തിൽ കുറേ പേരുടെ ലിസ്റ്റ് വിളിച്ചു പറയാനായിട്ട് ടീച്ചേഴ്സിന്റെ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഞാൻ വിളിക്കാൻ ദിവസം അടുത്ത് വിളിച്ചാൽ പോയി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വിളിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ സൺഡേ ആക്ച്വലി എനിക്കൊരു പ്രൊമോഷൻ അസസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ സാറ് ഞാൻ തിരക്കാണ്, എന്നാലും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിളിച്ചത് രവീന്ദ്രൻ സാറിനാണ്. സത്യം പറഞ്ഞ രവീന്ദ്രൻ സാറിന്റെ മുഖം എനിക്ക് അത്ര ഓർമ്മയില്ല. രവീന്ദ്രൻ സാർ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാനാണ് എനിക്ക് തിരക്കാണ്, അസസ്മെന്റ് കൊണ്ട് പ്രിപ്പറേഷൻ ഉണ്ട്,
അന്ന് പ്രിപ്പറേഷനായിട്ട് ഓഫീസിൽ പോയതാണ്. അപ്പൊ രവീന്ദ്രൻ സാറിനെ വിളിച്ച് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ സാർ പറഞ്ഞു, നിങ്ങളെ പോലുള്ളവരുടെ ഓരോരുത്തരും വിളിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. വിശ്വംഭരൻ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി അസസ്മെന്റ് പട്ടികയിലും വേണ്ട സാറന്മാരെ വിളിച്ചിട്ട് ഏതായാലും ആ അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വിളിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ പത്മനാഭ സാറിനെ വിളിച്ചത്. പത്മനാഭ സാറിന്റെ ഫോണിൽ ചെറിയൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറ് എന്നോട് എനിക്ക് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്, സാറ് അങ്ങോട്ട് കേൾക്കുന്നില്ല. പക്ഷെ സാറ് എല്ലാത്തിനും പ്രോജക്റ്റ് റിപ്ലൈ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും സാറിന്റെയൊക്കെ അപ്പൊ ഇംഗ്ലീഷില് രണ്ടുപേരെ വന്നിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം സുമുഖന്മാരായ രണ്ട് സാറന്മാരുണ്ട്. അവരെ രണ്ടുപേരും പഠിക്കുന്നത് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളവർ മനസ്സിലായി, നമുക്ക് മനസ്സിലാകാത്തായിരിക്കും, സാറിന്മാരെ മനസ്സിലാക്കുന്നത്. രവീന്ദ്രൻ സാർ വിനോബാൽ സാർ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. വിനോബാലൊക്കെ പഠിപ്പിച്ചത് എനിക്ക് സത്യം പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ചില ഇംഗ്ലീഷുകൾ ഞാൻ കേൾക്കും, ഇംഗ്ലീഷ് വേർഡ്സ്. കാരണം സാറ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായിട്ടുള്ളൂ എന്റെ വിചാരം. ഞാൻ മിക്കവാറും എല്ലാം ബൈഹാർട്ട് തന്നെ പഠിച്ചിരുന്നുണ്ട്. പാസ്സായതാണ് സാറിന്റെ ഇഡിയംസ് ഒക്കെ. നിങ്ങളൊക്കെ ഒരുപാട് ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ പഠിപ്പിച്ച ഇഡിയംസ് ഒക്കെ ഓർമ്മിക്കാനായിട്ട്. അപ്പൊ ഞാൻ കുറെയൊക്കെ പഠിച്ചത്, ഞാൻ സാറിനോട് പറഞ്ഞു, ഞാൻ കുറെയൊക്കെ പഠിച്ചിട്ട് മാർക്കസിനൊക്കെ കുറെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാസ്സാകാൻ വേണ്ടി. എങ്ങനെയും പാസ്സാവണമല്ലോ, പാസ്സാകാൻ പറ്റി. ഇംഗ്ലീഷ് ഹിന്ദി പാസ്സാകാനായിരുന്നു ഏറ്റവും വിഷമം. സബ്ജക്ട് പാസ്സാകാൻ വലിയ വിഷമമില്ലായിരുന്നു. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല. സബ്ജക്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും ആവശ്യമില്ല. അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ പഠിച്ചത്. ഏതായാലും അവര് വലിയ ജയരാമൻ ടീച്ചർന്ന് ഞങ്ങളുടെ ആക്ച്വലി 76-79 ബാച്ചിലെ ഇൻചാർജ് ജയരാമൻ ടീച്ചറായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായ എല്ലാ സ്വാതന്ത്ര്യവും ടീച്ചർ അത് ഞങ്ങളുടെ ഒരു രക്ഷകർത്താവിനെ കൂടെയായിരുന്നു ടീച്ചറെന്ന്. വിജയലക്ഷ്മി ടീച്ചർ വിളിച്ചപ്പോൾ ടീച്ചർ വരില്ല എന്ന് പറഞ്ഞത്. വരില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ടീച്ചർ പറഞ്ഞ് എനിക്ക് സ്കൂളിൽ സ്കൂളില് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൽ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ വിഷമിച്ചുപോയി. കാരണം രണ്ടുപേരും വളരെ ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങൾക്ക് ഫിസിക്സിൽ 8 പേര് വന്നിട്ടുണ്ട്. ഗൗരവന്മാരുണ്ട്. ഗൗരവന്മാരൊക്കെ നമ്പർ 1 ഉഴപ്പിലായിരുന്നു. അറിയാം. പക്ഷെ ഞാനത് അത്ര ഉഴപ്പിയിട്ടില്ല ഫിസിക്സ് ഒക്കെ. പിന്നെ ബാക്കി ഗൗരവസാറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ജോണി സാറും അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു കഴിയുമ്പോൾ പലരുടെയും നമ്പർ ഇവരൊക്കെ തന്നെ നമ്പർ ജോണി സാറും ദേവസ് സാറും. പിന്നെ കട്ടിയൊക്കെ ഞങ്ങൾ പണിക്കർ സാറിന്റെ വീട്ടിൽ പോയിരുന്നു. അതും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഏതായാലും ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിനും എല്ലാവരെയും കാണാൻ പറ്റിയതിനും വളരെ സന്തോഷമുണ്ട്. എന്റെ വൈഫും NPO-ൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മക്കള് 2 പേര്. മോൻ മെക്കാനിക്കലാണ്, റോയൽ എൻഫീൽഡ് കമ്പനിയിലായിരുന്നു. ഇപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ ബാംഗ്ലൂരിൽ വേറൊരു ഇലക്ട്രോണിക്സ് ഫീൽഡിലാണ്. മകളെ ഇൻഫോ പാർക്കിൽ പഠിച്ചു. എല്ലാവരെയും കാണാൻ പറ്റിയത്. ഏറ്റവും ബഹുമാന്യരായ ഗുരുശ്രേഷ്ഠന്മാരെ, സദസ്സിലിരിക്കുന്ന സഹപാഠികളെ, എൻ്റെ പേര് KK ശാന്ത. ഞാൻ 79 സുവോളജി ബാച്ചിൽ പഠിച്ച ആളാണ്. പ്രീ ഡിഗ്രിക്ക് ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഇന്ന് അർജന്റായിട്ട് തൃപ്പൂണിത്തറ അനിയത്തിയുടെ വീട്ടിലൊരു കല്യാണം ഉണ്ട്, അവിടേക്ക് പോകേണ്ടതുണ്ട്. ഞാനും ഹസ്ബൻഡും വന്നിരിക്കുന്നത്. മോള് അവിടെ മിന്നാന്ന് പോയി, മോൻ നേരത്തെ രാവിലെ തന്നെ പോയി. അപ്പൊ എല്ലാവരെയും കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് കല്യാണത്തിന് പോകാതെ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടുവന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് വന്നത്. ഞാൻ മഞ്ഞപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അച്ഛമാണ്. മെയ് 31-ന് റിട്ടയർഡ് ആവും. ഇതിനു മുമ്പ് 6 വർഷം മുമ്പ് കൂടിയപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച ഐക്യൊക്കെ എന്ന സംഘടനയൊക്കെ ഒരു പേരില് അവിടെ എല്ലാവരെയൊക്കെ വിളിച്ച് പ്രസംഗമൊക്കെ പറയും, നല്ല ഉപദേശങ്ങൾ, അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അന്നേ തൊട്ട് കുര്യൻ സാറിനെ ഞാൻ അറിയുന്നതാണ്. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ സാറാവുമ്മയ്ക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പൊ സാറാവുമ്മയുടെ അനുജോണ്ടൊക്കെ കൂടെ നടന്നതുകൊണ്ടാണ് എനിക്ക് പഠിക്കാനും ജയിക്കാനും ഒക്കെ സാധിച്ചത്. ഞാൻ അത്ര നന്നായിട്ടൊന്നും പഠിക്കില്ലായിരുന്നു. അപ്പൊ അവരുടെ കൂടെയൊക്കെ നടന്നതുകൊണ്ട് പഠിക്കാനും ജയിക്കാനും ഈ നിലയിലെത്താനും സാധിച്ചു. പിന്നെ ആനിജോന്റെ സ്കൂളിൽ ആനിവേഴ്സറിക്ക് സാറാവുമ്മയും ഞാനും പിന്നെ ജസ്റ്റിസ് അബ്ദുൾ റഹീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒരിക്കൽ കൂടി നന്ദി കടപ്പാടൊക്കെ അറിയിച്ചു കൊള്ളുന്നു. ഇപ്പൊ 2 പ്രാവശ്യം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് യോഗങ്ങൾക്ക്. എൻ്റെ ഹസ്ബൻഡും മോനും മോള് പഠിച്ച കോളേജാണ്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വന്ന് ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത്. ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ല. മോൻ MA കഴിഞ്ഞ് ജോലി ആയിട്ടില്ല. മോള് MPhil കഴിഞ്ഞു. PhD ചെയ്യാനായിട്ട് അവർക്ക് നാഷണൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്.
4 വർഷത്തേക്ക് മാസം 25,000 രൂപ വെച്ച് അനുവദിച്ചിട്ടുണ്ട്. അതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. തൊറൂര് താമസിക്കുന്നു. സ്വന്തം വീടും ഹസ്ബൻഡിന്റെ വീടും അവിടെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടെ ഞാൻ പോകുന്നു. ഞാൻ എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. നേരത്തെ സാബു പറഞ്ഞ തിരക്കില്ലാത്ത ആൾക്കാർ ഇപ്പം ഇല്ല. ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗോൾഡ് സാറ്, സുനിൽ സാറ്, ദേവ് സാറ്, പഠിപ്പിച്ച എല്ലാ സാറന്മാരും കാണാം. ഈ വയസ്സായ ഞാനും വയസ്സായിട്ടാണല്ലോ, അത് ബാക്കി ഞങ്ങൾ വയസ്സായിട്ട് എൻ്റെ സാറന്മാരെ കൂടി ഒന്ന് കണ്ട് അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ട്. പിന്നെ കൂടെ പഠിച്ച പലരും ഞാൻ ബന്ധപ്പെടാറുണ്ട്. സാബു ജഡ്ജി ആയിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. മുക്തൻ, അങ്ങനെ പലരും, മോഹനൻ, ഇവരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈ നവംബറിൽ റിട്ടയർ ചെയ്യുകയാണ്. എനിക്ക് വീട്ടില് ഒരു മോള്, പിന്നെ ഒരു മോളെന്ന് പറഞ്ഞാൽ ഭാര്യയാണ്, ഞാൻ മോളെ എന്ന് വിളിക്കുന്നത്. പിന്നെ 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ അർജുൻ റാം, അവന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയിട്ട് MSc കഴിഞ്ഞു. MSc കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല. അതിൻ്റെ LNGയിൽ ആൾ ജോയിൻ ചെയ്തു. അതിൻ്റെ ജോലി അവനത് പോരാ, അത് അവിടെ IT വർക്കൊക്കെയാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതിപ്പോൾ വീണ്ടും ഒരു ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെന്റ് എന്നൊരു കോഴ്സിൽ ചേർന്ന് ആ കോഴ്സ് കഴിഞ്ഞു. വീണ്ടും അവനൊരു അബ്രോഡ് 3 ഇയർ കോഴ്സിന് ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെന്റ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നടക്കണം. അപ്പൊ അതും ആയിക്കോട്ടെ ഞാനിരിക്കുന്നു. എന്നുള്ളത് അച്യുതറാം, അവൻ എന്നേക്കാൾ കുറച്ചുകൂടി അത് സ്പെഷ്യലാണ് പഠിക്കാൻ കാര്യത്തില്. ഞാൻ പഠിക്കുമ്പോൾ അറിയാം, അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ ദൈവം കൊണ്ട് പ്രത്യേകിച്ച് ഗവേഷണത്തെ കൂടി സഹായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിഗ്രി കടന്നു പോയത്. ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ HDC എന്ന് പറഞ്ഞ കോഴ്സിനാണ് ചേർന്നത്, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. ബാക്കിയുള്ള ഒരു സഹകാരി രാഷ്ട്രീയമുള്ള ആളായതുകൊണ്ട് എനിക്ക് അതിലേക്ക് പോയി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു സ്ഥാനത്ത് ജോലി ചെയ്ത് കുറച്ച് 7 മാസം കഴിയുമ്പോൾ എനിക്ക് ആ ജോലി പറ്റിയില്ല, അത് വേണ്ടാന്ന് വെച്ചു. കുറച്ച് കാലം കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ മസ്കറ്റിൽ ഒരു കമ്പനിയുടെ സെക്രട്ടറി ആയിരുന്നു. ചേട്ടൻ ചെയ്യാമോ വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെ സ്കിന്നിസ്ലെന്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ 3 വർഷം അവിടെ ഒരു മാനേജറായിട്ട് ജോലി ചെയ്തു. അതിൻ്റെ കാര്യം ആ ജോലി ചെയ്ത് ശരിയല്ല, നമുക്ക് നാട്ടിൽ ഇംഗ്ലീഷുകാരുടെ ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കണ്ട, നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഞാൻ ജില്ലാ സഹകരണ ബാങ്കില് അങ്ങോട്ട് കയറിയത്. അവിടെ വന്ന് അതിനുശേഷം ഞാൻ MBAക്ക് പോയി. MBA കഴിഞ്ഞു. ഇങ്ങനെ പല ബാങ്കിന്റെ CIP കോഴ്സുകളൊക്കെ അതൊക്കെ പാസ്സായി. അക്കാഡമിക്കായിട്ട് ബാങ്കിൽ ഒരു നല്ല പൊസിഷനിലാണ്. ഭാര്യ ഞങ്ങളുടെ ബാങ്കിൽ തന്നെ മാനേജറാണ്. അങ്ങനെ സുഖമായിട്ട് ജീവിച്ച് പോകുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടതിൽ അതേപോലെ സന്തോഷമുണ്ട്. നിങ്ങളുടെ നല്ല സാഹചര്യങ്ങൾ കല്യാണം, സാഹചര്യം എന്നെ കല്യാണത്തിന് വിളിക്കുന്നതായില്ല, മകളുടെ കല്യാണം ഇതല്ല, മകന്റെ കല്യാണം. കല്യാണത്തിന് സാഹചര്യം തന്നെ വിളിച്ചില്ല. അപ്പൊ സാഹചര്യം മറ്റില്ല എലിയെന്നൊക്കെ വിളിച്ചത് ഈ ഫോണില്. അതേപോലെ എന്നാ സാഹചര്യം വിളിച്ചിട്ടില്ല, വിളിക്കാൻ തന്നെ പോണ സാഹചര്യം ഞാനും സാബു, വിശ്വംബരൻ, നിർമ്മല ഞങ്ങളെ കൂടി എല്ലാത്തിനും പോയി. സത്യമുണ്ട്, സന്തോഷമായിട്ട് പോരുകയും ചെയ്യും. പിന്നെ ചില ഫോണിന്റെ സ്വീകരിക്കുന്ന വളരെ കുറച്ചാൾക്കാരുടെ ഫോണുകൾ ഞാൻ വിളിക്കാറുണ്ട്. അപ്പൊ അത് കുറെ വളരെയധികം വേണ്ടപ്പെട്ട ആൾക്കാർ നമ്പറിൽ വിളിക്കാറുണ്ട്. ഉണ്ടായിരിക്കും സാക്ഷി വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. എന്തായാലും സന്തോഷം. മക്കള് 3 പേര്, 3 പെൺകുട്ടികളാണ്. അതിൽ 2 പേര് ബിടെക്കുകാരാണ്.
യൂണിവേഴ്സിറ്റി ബാങ്കിൽ തിരുവനന്തപുരത്ത് ചെയ്തത്. മൂന്നാമത്തെ ആൾക്ക് ഫസ്റ്റ് കഴിഞ്ഞു. ആരും കല്യാണം ഒന്നും കഴിഞ്ഞില്ല. എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. ഞങ്ങൾക്ക് 5ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ചവരാണ്. 8th സെമിനാർ വരെ BSc വരെ ഒന്നിച്ച് പഠിച്ചവരാണ്. ഞാൻ CRPF വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് സർവീസ് സെക്രട്ടറി കയറി. ഇപ്പോൾ സുബേദാർമയിലെ ബാങ്കിലാണ്. അടുത്ത മാസം റിട്ടയർമെന്റാണ്. റിട്ടയർമെന്റ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ സെറ്റിൽ ആവാൻ ഉദ്ദേശിക്കുന്നു. മകളെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മകളും മരുമകനും അവിടെ വർക്ക് ചെയ്യുന്നു. കമ്പനികളിലാണ്. ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട് എനിക്ക്. ആൺകുട്ടി 20 വയസ്സുണ്ട്. മെന്റലി റിട്ടാർഡാണ്. ഞാൻ ഇന്ദിര മാത്സ് 7th ബാച്ച് പാലക്കാട് സെറ്റ് ചെയ്തു. ഹസ്ബൻഡ് KCB റിട്ടയർ ചെയ്തു. 2 കുട്ടികൾ, 2 പേര് വിവാഹം കഴിഞ്ഞു. മൂത്താളെ എറണാകുളം താമസിക്കുന്നു. ചെറിയ മോള് ബോംബെയിലാണ്. ഞാൻ സിൻഡിക്കേറ്റ് ബാങ്ക് പാലക്കാട് ഞാൻ HC 79 ബാച്ച് മാത്സാണ്. നായത്തോടാണ് വീട്. ശ്രീരാമൻ ടീച്ചർ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ BSc കഴിഞ്ഞിട്ട് MA സോഷ്യോളജി ചെയ്തു. കുറച്ചാൾ ചെന്നൈ സ്കൂളിൽ വർക്ക് ചെയ്തു. കല്യാണം കഴിഞ്ഞ് 90 തുടങ്ങി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ തുറവൂർ പഞ്ചായത്ത് മെമ്പറാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തയാൾ കോഴിക്കോട് NIT മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ബോസ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് ഫിസാക്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ബോസ് കമ്പനിയിൽ അമേരിക്കയിൽ ജോലി ചെയ്തു. ഹസ്ബൻഡ് 14 കോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തു. എല്ലാവരെയും കാണാൻ വേണ്ടി അതിയായ സന്തോഷമുണ്ട്. ഇത് കണ്ടക്ട് ചെയ്ത സഹപ്രവർത്തകരെ മുക്തങ്ങളെ പ്രശംസിക്കുന്നു. മേലിലും ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുന്ന 1-2 കാര്യങ്ങൾ കൂടിയോട് പറയാണ്. ഞാൻ BSCലാണ് പഠിച്ചത്. അന്ന് മാത്സ് പഠിപ്പിച്ച ടീച്ചറെ ഞാൻ ഇന്നും ഓർക്കുന്നത്. സാവിത്രി ടീച്ചർ നായരോട്ടത്തിൽ താമസിക്കുന്നത് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ ലീലാമണി ടീച്ചറെ ഔദ്യോഗികമായ ഒരു ദിവസം ഫോണിൽ സംസാരിക്കാനിടയായി. ഒരു നമ്പർ വിളിച്ചപ്പോൾ റോങ് നമ്പറായി ടീച്ചറെ കിട്ടി. എന്തുകൊണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അന്ന് തുടങ്ങി ഇടയ്ക്ക് ടീച്ചറെ വിളിക്കാനും സംസാരിക്കാൻ ഇടവരാറുണ്ട്. എന്റെ മക്കളെപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മമ്മിയുടെ കൂടെ പോയ വീഴത്തില്ല. അതിന്റെ കാരണം അവർ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഏറ്റവും കൂടുതൽ ആളുകളെ കാണാനും സംസാരിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ്. അത്തരം അവസരങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. അപ്പൊ ഈ കൂട്ടായ്മയിൽ അതിയായ സന്തോഷമുണ്ട്. പേരിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് വിട്ട് പൂർവ്വ വിദ്യാഭ്യാസം അഭ്യർത്ഥിക്കുന്നതിനായി 2 കുട്ടികൾ, മറൈൻ എഞ്ചിനീയർ. ഞാൻ ഇവിടെ ആദിശങ്കരൻ ബിടെക് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ MS ചെയ്ത് അവിടെ വർക്ക് ചെയ്തു. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ പെരുമ്പാവൂർ ശാഖയിലെ ക്ലറിക്കൽ സ്റ്റാഫാണ്. പ്രൊമോഷനൊന്നും പോയില്ല. എനിക്ക് വൈഫിന് 2 കുട്ടികൾ. മകള് മൂത്തത്, അവളുടെ വിവാഹം കഴിഞ്ഞു. MCA കഴിഞ്ഞ ഒരു IT സ്ഥാനത്ത് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് വിവാഹം കഴിഞ്ഞു. അത് തൃശ്ശൂരിലാണ്. മകൻ ഇപ്പൊ BTech 3ാം വർഷം. കോഴിക്കോട് കടയിൽ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. ട്യൂഷൻ ഉണ്ടായിരുന്നു. ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റിനായിട്ട് വർക്ക് ചെയ്യുന്നു. ആൺകുട്ടികളാണ്. ഒരാള് MTechന് പെൺകുട്ടികളാണ്. മൂത്തയാള് ഫൈനൽ ഇയർ PhD. രണ്ടാമത്തെ കുട്ടി +2 ബയോമാത്സ് സെന്റ് ജോസഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ മാർക്കറ്റിംഗ് സെക്ഷനിൽ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. സുഖമായിട്ട് ഇരിക്കുന്നു. സാറിന്മാരെ സ്റ്റുഡൻസിനെ എല്ലാവരെയും കണ്ടതിൽ വളരെയധികം സന്തോഷം. ഹസ്ബൻഡ് ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. 2 മക്കളുണ്ട്. മോൻ ബാങ്കിൽ തന്നെയാണ്. മകള് ഡിഗ്രി ഫൈനൽ സ്റ്റുഡന്റ്. എല്ലാവർക്കും ഹാപ്പി. ഗവൺമെന്റ് സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞ വർഷം വരെ. ഇപ്പോൾ റിട്ടയറായിട്ട് പെരുമ്പാവൂർ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്തയാള് BTech. ഭാര്യ ജോലിയൊന്നുമില്ല.
കാരണം നമ്മളിപ്പോ കുറെ പേര് പരിചയപ്പെട്ടു, കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ശ്രീകുമാർ അദ്ദേഹത്തിന്റെ മകന്റെ മെന്റലി റിട്ടയർഡാണെന്ന് പറഞ്ഞപ്പോൾ അത് പറയാനുള്ള ആളുടെ മാനസികാവസ്ഥ പ്രത്യേകിച്ചും നമ്മൾ അഭിനന്ദിക്കുന്നതാണ്. കാരണം നമ്മൾ ആരൊക്കെ എത്ര ഉന്നതിയിലെത്തിയോ എന്തൊക്കെ ചെയ്തു എന്നേക്കാൾ ഉപരി നല്ല മനുഷ്യനായി എത്ര പേര് ജീവിക്കുന്നു എന്നുള്ള ഞാൻ പ്രാർത്ഥന ഞാൻ എന്റെ മനസ്സിൽ കൊടുത്തത്. പ്രധാനപ്പെട്ട അധ്യാപകരെ എല്ലാവരും ഉയർന്നിട്ടുള്ളവരാണ് ഈ കോളേജിൽ നിന്ന് പോയിട്ടുള്ളത്. പക്ഷെ പലരും നല്ല മനുഷ്യരായിട്ട് പല കോണുകളിലും ജീവിക്കുന്നുണ്ട്. അത് ചെറിയവരായാലും വലിയവരായാലും അവർക്കൊക്കെ നന്മ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പേര് നിങ്ങൾക്കറിയില്ല, റോസി ചെറിയ. ഞാൻ ആളൂരാണ് താമസിക്കുന്നത്. കുറെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊക്കെ താൽക്കാലികമാണ്. നമ്മുടെ ഏത് സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ എനിക്ക് 4 മക്കളാണ്. ഞങ്ങള് കുറച്ചു കാലം ഗൾഫിലായിരുന്നു. എന്റെ മൂത്ത മകള് എഞ്ചിനീയറാണ്. അവള് ന്യൂയോർക്കിൽ വർക്ക് ചെയ്യുന്നു ഫാമിലി ആയിട്ട് അവിടെ. രണ്ടാമത്തെ മകള് എഞ്ചിനീയർ തന്നെയാണ്. അവള് ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നു. മൂന്നാമത്തെ മകനാണ്. അവൻ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രാഗില് ചാൾസ് യൂണിവേഴ്സിറ്റിയില് അവൻ MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ മകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ കൂടെ. അവള് കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ MBBS തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. എന്റെ പേര് പ്രകാശ്. 79 ബാച്ചിൽ സുവോളജി മെയിൻ പഠിച്ചതാണ്. ഹൃദയസംഗമം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ഭാഗഭാക്കാകുവാനും ഏവരെയും കാണുവാനും ഈ കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും അതിൽ പങ്കുചേരുവാനും സാധിച്ചതിൽ ആദ്യമായി എന്റെ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. 35 വർഷത്തിന് പിന്നിലേക്ക് മനസ്സ് വായുമ്പോൾ ഓർമ്മകളെല്ലാം ഒരു വെളിപ്പാടകലെ അല്ലെങ്കിൽ ഒരു കൈപ്പാടകലെയാണ്. പക്ഷെ അതൊന്നും വിവരിക്കുവാൻ ഇവിടെ സമയമില്ല. വളരെ ദീർഘിച്ചിരിക്കുന്നു. വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതെല്ലാം ഞാൻ ഇപ്പോൾ മനസ്സിൽ ഒതുക്കുകയാണ്. ജസ്റ്റിസ് വൈകി വന്നു നോക്കി പൂച്ചിരിക്കുന്നു. ഇവിടെ നമ്പൂരി വന്നപ്പോൾ തന്നെ പറഞ്ഞു, നീ പാട്ട് പാടണം, ചിന്തതൊക്കെ കൊടുക്കലൊക്കെ. പക്ഷെ അതെല്ലാം ഞാനിവിടെ ഒഴിവാക്കുന്നു, സമയമില്ലാത്തതുകൊണ്ട്. എന്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാൻ BSNL വർക്ക് ചെയ്യുന്നു. ഭാര്യ 2 കുട്ടികൾ അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ഞാനിപ്പോൾ എറണാകുളം കളമശ്ശേരിയിലാണ് സ്ഥിരതാമസം. എന്റെ 2 കുട്ടികൾ, മൂത്ത കുട്ടി ആയുർവേദ മെഡിസിൻ ഫൈനൽ ഇയർ പഠിക്കുന്നു. ഇളയ കുട്ടി BCom സെക്കൻഡ് ഇയർ തേവര SS കോളേജിൽ പഠിക്കുന്നു. ഭാര്യ സ്പൈസസ് ബോളാണ് വർക്ക് ചെയ്യുന്നത്, എറണാകുളത്താണ്. ജീവിതം അല്ലല്ലാതെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ഈ കലാലയത്തിന്റെ മുന്നിൽ ഞാൻ ഹൃദയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഇവിടെ പങ്കുചേരുവാൻ സാധിച്ചതിൽ ഇവിടെ ശങ്കരൻ നിൽക്കാൻ പറ്റിയില്ല, എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാനിപ്പോ തൃശ്ശൂരാണ് താമസം. ഇടയ്ക്ക് ശങ്കരൻ കുറെ കാലം തൃശ്ശൂർ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ 25 വർഷം DBAയിൽ ന്യൂസ് എഡിറ്ററായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 10 വർഷം മുമ്പ് BRS എടുത്തപ്പോൾ ഇന്ത്യൻ ബുക്സ് എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷിംഗ് പ്രസ്ഥാനം നടത്തുകയാണ്. ഭാര്യ ജോലിയുണ്ട്, മുഴുവൻ സമയം എന്നെ പ്രണയിക്കുക എന്നുള്ളതാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്ന ജോലി. ഇപ്പോൾ പ്രണയമായ സമയത്ത് പ്രണയം കുറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിരന്തരം ഞാൻ സമ്മർദ്ദം തീർത്തി പ്രണയിപ്പിക്കുകയാണ്. പിന്നെ എനിക്കുള്ളൊരു പ്രശ്നം വെച്ചാല് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അധ്യാപകരെക്കാളും മറ്റു വിദ്യാർത്ഥികളെക്കാളും ഒക്കെ ഈ ശങ്കര കോളേജിന്റെ ഈ മണ്ണിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഞാനായിരുന്നു. കാരണം വീട് തൊട്ടടുത്തായതുകൊണ്ട് കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോയി 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ വന്ന് എന്റെ അടുത്തിലായിരുന്നു എന്റെ പ്രധാന പരിപാടി. അന്ന് ഇവിടെ ഒരു മുതലായിരുന്നു കൂട്ട്. ഒപ്പം ഒരു പാവപ്പെട്ട ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഒരിക്കലാണ് മനുഷ്യനെ അന്വേഷിക്കുന്നത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ദുഃസ്വപ്നം കണ്ട അദ്ദേഹം കോളേജിന് ശേഷം തിരിച്ചു വന്നിട്ടില്ല. പിന്നെ പലപ്പോഴും ഞാനൊരു കാര്യം പഠിച്ചു. ഞാൻ 79 ബാച്ചിൽ സുവോളജിയിലെ ആണ് പഠിച്ചത്. എന്റെ സാറന്മാരായിട്ട് കൂടെ വന്നിട്ട് നമ്മുടെ കോൺഗ്രസ് സാറാണ്. പിന്നെ മറ്റേ എല്ലാവരും വന്നിട്ടില്ല.
ഹരിപ്പൻ സാറിനല്ലോ തീർച്ചയായിട്ടും പൗലോസാർ വളരെ അംഗീകരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു സാർ ഗോപാലകൃഷ്ണൻ സാർ. ഗോപാലകൃഷ്ണൻ സാർ ടൈസോണമിയാണ് പഠിച്ചത്. ബോർഡിലായിരുന്നെങ്കിലും സാറിന്റെ ഒരു പ്രോത്സാഹനം നമുക്ക് എനിക്ക് ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പാത്തുമ്മ എന്നെ വിടുക അന്ന് ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും സന്തോഷം ചോദിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് മെഡിസിനിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വല്ലാതെ എനിക്ക് വന്നിരുന്നു. ടൈസോണമി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും പഠിച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരു പേര് പോലും ഞാൻ അത് വിട്ടില്ല. ഫുള്ളായിട്ട് കംപ്ലീറ്റ് സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ ഇവിടെ പഠിച്ചിട്ടുള്ളത് ജനറേഷൻ ടീച്ചറാണ് ഫിസിക്സ് ട്രെയിനിങ് ചെയ്യുന്നത്. ഓർക്കുന്നില്ല ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ രവീന്ദ്രൻ സാറ് ഞങ്ങളുടെ രാമചന്ദ്ര കൂടെ താമസിക്കാറുണ്ട് സൗകര്യമായിരുന്നു. പിന്നെ സാറിന്റെ ഗ്രാമർ അത് ഇട്ട് പറയുന്നത് തന്നെയാണ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് ഗ്രാമർ പഠിക്കുന്നത് രവീന്ദ്രൻ സാറും പിന്നെ എന്റെ ഫ്രണ്ട് അരിജോണാണ്. പിന്നെ ബാക്കി എല്ലാ സാറുമാരും മാത്സിനങ്ങനെ പരിചയമെങ്കിലും എല്ലാവരും പരിചയമായിട്ടൊരു വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ കൂട്ടായ്മകളെ സംഘടിപ്പിക്കാൻ വേണ്ടി സാബും പിന്നെ ഗോപകുമാർ വിശ്വകരൻ എല്ലാവരും ഞങ്ങളെല്ലാവരും വാട്സാപ്പിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വളരെയധികം ഏർപ്പാട് സാബുദ്ധം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പിന്നെ എന്നെ പഠിത്തത്തിൽ എന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് അനുജോ. അത് ആർക്കും അറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി ചെയ്ത് അതാത് പോലും അതാത് സമയത്ത് തന്നെ പഠിച്ചെടുത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങളുടെ കമ്പൈൻ സ്റ്റഡിയോട് മാത്രമേ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിനകത്ത് ഇന്നും എടുത്തു പറയാൻ ഒരു കാര്യം അന്യോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ കാരണം ഇതൊരു ഉറപ്പായിരുന്നു. അവരെന്തും പറയുന്നത് ഒരു കാര്യം ഞാൻ എത്രയെങ്കിലും ആയല്ലോ എന്നാണ്. അവൾ ടീച്ചറായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ട്യൂഷൻ. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞാല് എനിക്ക് 2 കുട്ടികളാണ്. ഒരാള് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഒരാള് AFMCന്ന് ആംഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS തലശ്ശേരി ഫാസ്റ്റ് മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇളയാളിപ്പം വിദേശത്ത് NS മെഡിക്കൽ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ബാങ്ക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഹസ്ബൻഡ് ഈസ് പുള്ളിയുടെ 5 വർഷം മുമ്പ് മരണപ്പെട്ടു. എൻ്റെ ഒരു കണ്ടിട്ട് എന്നാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എല്ലാവരും കൂടി ഒരുപാട് നന്ദി. ഓക്കെ, എല്ലാ സാമാരും എല്ലാവരുടെ അനുഭവങ്ങളുണ്ടാവും. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അബ്ദുൾ എൻ്റെ പ്രിയ സഹപാഠികളെ, ഞാൻ 79 ബാച്ചിൽ സുമോളജി ആനി ജോൺ, എൻ്റെ പേര് ആനി ജോൺ. അതിനുശേഷം ഞാൻ ടീച്ചറായി ചെങ്ങന്നൂർ സ്കൂളിൽ 20 വർഷം ജോലി ചെയ്തു. പിന്നീട് കമ്മ്യൂണിറ്റി സ്കൂളിൽ 11 വർഷം. കഴിഞ്ഞ മാർച്ച് 31 ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. അതിലെനിക്ക് ഏറ്റവും സന്തോഷകരമായി പറയാനുള്ളൊരു കാര്യം, എൻ്റെ റിട്ടയർമെന്റ് പരിപാടിയുമായി ബന്ധപ്പെട്ട വാർഷികാഘോഷ ചടങ്ങില് അതിലെ മുഖ്യ ഉദ്ഘാടകനായിട്ട് വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അബ്ദുൾ റഹീമാണ്. എനിക്ക് അത് ഒത്തിരി വളരെ സന്തോഷമായി. ഞാൻ വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം അതിന് സമ്മതിക്കുകയും 100 വട്ടം സമ്മതിക്കുകയും അദ്ദേഹം അതിൽ പങ്കെടുത്തു. അങ്ങനെ അത് വളരെ വിജയകരമായി പരിപാടി നടക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാൽ ഹസ്ബൻഡ് ജോൺ ഫെഡറൽ ബാങ്ക് അംഗമായി വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 ആൺകുട്ടികളാണ്. 2 പേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മൂത്ത ആള് സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞതെങ്കിലും പുള്ളി ഇപ്പോൾ ഒരു ഇൻഫോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൻ കാലിക്കട്ട് NITയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി എയർഫോഴ്സിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റാണ്. ആസാം ജോർഹട്ടിലാണിപ്പോൾ. പിന്നെ സാറാവുമ്മ എൻ്റെ കാര്യം പറഞ്ഞെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും സാറാവുമ്മനെ സഹായിച്ചിട്ടൊന്നുമില്ല പഠന കാര്യത്തില്. പക്ഷെ സാറാവുമ്മ ഉള്ള കാരണം ഞാൻ പഠിച്ചായിരുന്ന എനിക്ക്
പഠിക്കാനുള്ളൊരു പ്രോത്സാഹനം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മച്ചി അതിലും കൂടുതലും ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. സാറാവുമൊക്കെ വീട്ടിൽ വന്ന് സ്റ്റഡി ലീവിന് പഠിക്കാനായിട്ട് പുള്ളിക്കാരിയോട് എപ്പോഴും പറയുന്നു, അതിന് ഒരു മടിച്ചിയാണ്, അതുകൊണ്ട് നീ എല്ലാം ഏത് അവധി ദിവസം ഉണ്ടെങ്കിലും ഇവിടെ വന്നോളണം, വലിയ പ്രസവകാലം ഒക്കെ ഉണ്ടെങ്കിലും നീ ഇവിടെ വന്ന് കമ്പൈൻ സ്റ്റഡി നിങ്ങൾ നടത്തിയിട്ട് വരണം. അതിന് വലിയൊരു പങ്ക് അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. സാറാവുക കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ടീച്ചറൊന്നായി എത്താൻ സാധ്യതയില്ലാമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ അന്നത്തെ നമുക്ക് കൊല്ലം പറയുമ്പോൾ ഒരു വിഷമം 7 ഞാൻ അന്നത്തെ കെമിസ്ട്രി ബാച്ചാണ്. അപ്പോ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോ സാറുമാരുടെയും നമ്മുടെ ഇതിൽ നിൽക്കുമ്പോ ഭയങ്കരമായ ഒരു അനുഭവം തന്നെയാണ്. ഒരു ഇതിൽ ഇങ്ങനെ ഒരു കെട്ടുകഥ ഉണ്ടാകുന്നതിന് പുറകിൽ നമ്മുടെ സാബുവിന്റെ ഒരു 112 ദിവസം പ്രായമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം നന്ദി പറയുന്നു. എല്ലാവരും പറയുന്നു. എനിക്ക് ബിസിനസ്സാണ്. 2 കുട്ടികൾ, 3 വീട്ടിൽ കഴിഞ്ഞ് ജോലിയായി, ചെറിയ വീട്ടിൽ സെക്കൻഡ് ഇയർ പഠിച്ചു. കെമിസ്ട്രിയാണ് പറയാനില്ല. പ്രിയപ്പെട്ട സഹപാഠികളെ, 33 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം ശങ്കര കോളേജിൽ നിന്ന് തന്നെ ഞാൻ ഈ മാസം 31-ാം തീയതി വിട വാങ്ങി. എൻ്റെ പേര് രാജലക്ഷ്മി. എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. മക്കൾ 2 പേർ. മൂത്തവൾ വിവാഹിതയാണ്, എഞ്ചിനീയറാണ്. 7 വർഷത്തെ IT ജീവിതത്തിന് ശേഷം ഇപ്പോൾ MTech ചെയ്തുകൊണ്ടിരിക്കുന്നു ആദിശങ്കരയിൽ തന്നെ. മകൻ CA ഫൈനൽ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അമ്മൂമ്മയാണ്. അതിൽ ഒരാൾ ലതയാണ്. പിന്നെ AK രവിയും തങ്കമ്മയുമാണ്. AK രവിയും തങ്കമ്മയും വന്നിട്ടില്ല, ലത എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഈ അധ്യാപക തന്നെയായിരുന്നു. 4 പേര് ഇവിടെ പഠിച്ച 4 പേരും അധ്യാപക വൃത്തി തന്നെയായിരുന്നു. രവീന്ദ്ര സാറിന്റെയും ശിവശങ്കർ സാറിന്റെയും പത്മനാഭ സാറിന്റെയും ഒക്കെ ക്ലാസ്സിൽ ഇരിക്കാനുള്ളതായ സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്ത് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്യാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ ശങ്കര കോളേജിലെ ഒത്തൊരുമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സമയത്ത് പോലും ഒരു വിദ്യാർത്ഥി പോലും പറയാറില്ല ഞങ്ങൾക്ക് സന്തോഷകരമായിരുന്നില്ല എന്ന്. എന്നും ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് സാറിന്റെ ആദ്യത്തെ കഴിഞ്ഞ ഡിസംബറിലാണ് ആദ്യത്തെ സാറ് പറയുകയുണ്ടായി, ഇവിടെ പഠിച്ച എല്ലാവരും എന്നും പറയുന്ന ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള എന്നും സ്മൃതിയിൽ നിൽക്കുന്ന സംഭവമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അത് നിശ്ചയം തന്നെയാണ്. ഒരു നിമിഷം പോലും അതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾക്ക് ആവുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം ഞാൻ ഇവിടെ ജീവിച്ചത്. ഈ ദിവസങ്ങളെല്ലാം തന്നെ എന്നും ജീവിതത്തിൽ അവിസ്മരണീയമായിരിക്കും. ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും നമുക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാനാവില്ല. പക്ഷെ പലപ്പോഴും പല സംഭവങ്ങളും വരുമ്പോൾ അടിപിടിയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഈ ശങ്കര കോളേജ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയത് ലാസ്റ്റ് ഡേ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ അടിയിട്ടായിരുന്നു ഇവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അതിനെക്കുറിച്ച് പരാമർശപ്പെടും ശ്രീ മോഹൻ പരാമർശപ്പെടും. എനിക്ക് അലുമിനി അസോസിയേഷന്റെ എനിക്ക് സെറ്റ് ഓഫ് തന്നിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷ പോലും അല്ല, ഞാൻ നിരന്തരം പ്രവർത്തിച്ചിരുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നിയത് ആ റിട്ടയർ ചെയ്യുന്ന അന്നും ഉണ്ടായതായ സംഭവം ഇവിടെ അത് നടന്നു. പക്ഷെ അതാണ് ശങ്കര കോളേജ് എന്നാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. ശങ്കര കോളേജ് ഒരിക്കലും മാറിയിട്ടില്ല. ശങ്കര കോളേജിൽ എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ടോ അവരെല്ലാം ഉന്നത നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് മോഹൻ അവിചാരിതമായിട്ടാണ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു കൂടുന്നുവെന്ന് പ്രതീക്ഷിച്ചതേയില്ല. പല മുഖങ്ങളും കാണുമ്പോൾ അന്നത്തെ ദിവസങ്ങളും ആ മുഖങ്ങളും എല്ലാം വ്യക്തമായി ഓർമ്മ വരികയാണ്. പലരോട് ഞാൻ പറയുകയുണ്ടായി മുഖം വ്യക്തമായി ഓർക്കുന്നുവെന്ന്. നിശ്ചയമായിട്ടും വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്.
ഇനിയും വളരെയധികം ആർജവത്തോടുകൂടി ഈ അസോസിയേഷനുകളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം. ശങ്കര കോളേജ് എന്ന് പറയുന്ന മറ്റ് കോളേജുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് വെറും സാധാരണക്കാരായ കുട്ടികളാണ്. അവരെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും പറയണമെന്ന് തോന്നുന്നത്, ഈ ശങ്കര കോളേജിനെ വലിയൊരു സ്ഥാപനമായിട്ട് ഇനിയും ഉയർത്തണം. മറ്റ് സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലുള്ള കുട്ടികളെ അല്ല നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ അവരെല്ലാം വളരെ ഉന്നത നിലയിൽ എത്തുന്നു എന്ന യാഥാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ 31-ാം തീയതി പിൻവാങ്ങിയത്. നമുക്ക് ഇനിയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇങ്ങനെയും സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ ഗുരുനാഥന്മാരെയും അടുപ്പിച്ചടിക്കും. നിങ്ങൾക്ക് പോകണമെന്നെങ്കിൽ ഞാൻ ഞാൻ ഉണ്ടാക്കുകയാണ്. സാധനങ്ങൾ വരെ ഞാൻ കാത്തു പിടിച്ചു വന്നു. ഞാൻ മിക്കവാറും മനസ്സിലാകുന്നു. അതാണ് എനിക്ക് ഹസ്ബൻഡ് റെയിൽവേയിലായിരുന്നു. ഹസ്ബൻഡ് റിട്ടയർഡായി 60 റിലേറ്റീവായി ഒരു വട്ടം കൂടിയ ഓർമ്മകൾ വീഴുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. വലിയ മരമൊന്നും ഉൾക്കൊള്ളാൻ പോവാൻ ഞാനിവിടെ ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്ത കൂട്ടത്തില് ഓടിയിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞ മാസത്തിൽ തിരക്കിലായിരുന്നു. അച്ഛൻ ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈഫിന്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് മരിച്ചു. ഞാൻ ആകെ തിരക്കിലായിരുന്നു. ഒരു കളർഫുൾ ആക്കാൻ പറ്റിയില്ല. അത് കിടന്ന് ഓടണമെന്നുണ്ട്. അത് ഫ്ലക്സ് പോലും കഴിക്കാൻ സാധിച്ചില്ല. ഫ്ലക്സ് ഇവിടെ വെക്കാൻ പറ്റിയല്ല, പക്ഷെ പുറത്ത് വെക്കാമെന്നാണ്. അപ്പൊ ഈ കാലയളവില് നമ്മളെ വിട്ടുപിരിഞ്ഞ പഴയ പ്രിൻസിപ്പൽ രാമപുര സാറ്, മാത്തമാറ്റിക്സിലെ എസ് ടി ലേഖ സാറ്, അടുത്തിടെ അന്തരിച്ച സീതാകൃഷ്ണ ടീച്ചർ, അതുപോലെ ഹിന്ദിയിലെ ഗോപാലകൃഷ്ണ സാറ്, അങ്ങനെ എല്ലാവരും ഈ കഴിഞ്ഞ സംഗമത്തിന് ശേഷം ഈ സംഗമത്തിനടുത്ത് നിന്ന് വിട്ടുപിരിഞ്ഞവരാണ്. അതുപോലെ തന്നെ ഫിസിക്സിലുണ്ടായിരുന്ന പോള്, താങ്കൾ ഡേവിസ് ഇവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു. കൺസേൺ രേഖപ്പെടുത്തലായിരുന്നു, സാധിച്ചില്ല. എങ്കിലും നമ്മൾ സ്മരിക്കുകയാണ്. അപ്പൊ എന്നെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏത് ഉത്സവ സ്ഥലത്ത് ചെന്നാലും എപ്പോഴും ആൾ ശ്രദ്ധിക്കേണ്ടത് ടെലികോട്ട് രാമേന്ദ്രനെ പോലെ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ ചോറും എല്ലാം ശങ്കര കോളേജ്. കാരണം 1956 അച്ഛൻ ഇവിടെ അധ്യാപകനായിട്ട് വരുന്നത്. 86 റിട്ടയർ ചെയ്തു. ഒരുപക്ഷെ ശങ്കര കോളേജിൽ ഇവിടെ വന്നതുകൊണ്ടും ശങ്കര കോളേജിൽ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കുറെ നാളെ തേരാപാറ നടന്ന് ബോംബെയിലൊക്കെ അവസാനം ഡെപ്യൂട്ടി മാനേജറായിട്ട് അങ്കമാലി വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം എല്ലാം ഈ സരസ്വതി ക്ഷേത്രമാണ് എന്നെ അനുഗ്രഹിച്ചത്. പ്രത്യേകിച്ച് കുടുംബകാര്യം പറയുന്നത് എന്റെ ഭാര്യ ശ്രീദേവി ഇന്ന് വരാനിരുന്നതാണ്. കാരണം പ്രൊഫഷണലായിട്ട് ഗാനമേളയിൽ സംഗീതകച്ചേരി നടത്താറുണ്ട്. പക്ഷെ 2 ആഴ്ച മുമ്പാണ് അവളുടെ വേഷം മേടിച്ചത്. ആ ഒരു വിഷമം കൊണ്ട് മറ്റേ സാധാരണ ഗാനമേളകളൊക്കെ പാടാറുണ്ട്. പിന്നെ എന്റെ 2 മക്കള് കൊച്ചുകുട്ടികളാണ്. മൂത്ത ആള് +2 ആനന്ദ് യേശുദാസ് ആണ് പേര്. രണ്ടാമത്തെ ആള് അരവിന്ദ് ലളിത് 7ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ സംഘടനത്തിന് എല്ലാവരും കാണാനും സത്യം പറഞ്ഞാൽ ഞാൻ കാലിൽ വിട്ട് പോയിട്ടേ ഇല്ല. എനിക്ക് ഒരു 6 മാസക്കാലം ബോംബെയിൽ പോയതല്ലാതെ KSF വർക്ക് ചെയ്യുമ്പോൾ 1 വർഷം സുൽത്താൻ ബത്തേരിയും 1 വർഷം ഷൊർണൂരും വർക്ക് ചെയ്തപ്പോഴും
മാത്രമാണ് ഈ കാലടി എന്ന പുസ്തകത്തെ എഴുതി ഞാൻ മുന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഏതാണ്ട് ഏറെക്കുറെ എൻ്റെ ജീവിതത്തിന്റെ 90% കാലടി തന്നെ ആയിരുന്നു. ഈ കാലടി തന്നെ തുടങ്ങും. എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതിനിടെ ഈ മാണി പൈസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, മാണി പൈസിന്റെ വിവാഹത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഒരു ആഘോഷം തൃശ്ശൂർ നമ്മുടെ വസന്ത സാർ ഇതിനകത്ത് പങ്കെടുത്ത് വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചു. തട്ടിൽ തിരുമേനിയൊക്കെ വന്ന് പ്രസംഗിച്ചു. അതുപോലെ 2 MLA പങ്കെടുത്തു. ഒന്ന് റഹീം വന്നിട്ടുണ്ടായിരുന്നു, ജഡ്ജി. 2 MLA വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പേരന്റ് രാമകൃഷ്ണൻ. അതൊരു രസകരമായ അനുഭവം തോന്നി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് മാരേജിൽ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സെറ്റിൽ ചെയ്തേക്കാണ്. രണ്ടാമത്തെ മോള് ചന്ദ്രയില് ബിടെക് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്ന മാരേജ് കഴിഞ്ഞു. ഈ അഭിജാതമായ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ എനിക്കറിയാൻ സന്തോഷം. സാധാരണ വ്യത്യസ്തമായ ഒരു സദസ്സിനെയാണ് ഞാൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ നല്ലൊരു കാര്യങ്ങളുടെ എല്ലാം പ്രഭവ സ്രോതസ്സായ ഈ സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എനിക്ക് ഇരട്ടി മധുരമാണ്. നമ്മുടെ പ്രീ എംബ്രിയോണിക് ഡേയ്സ് നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഉള്ള ദിവസങ്ങൾ മുതൽ അങ്ങ് മരണത്തിന്റെ അതിശൈത്യത്തിലേക്ക് കടന്നു പോകുന്നതിന് ഉള്ളിൽ സംഭവിക്കുന്ന ചില മധുരകരമായ അനുഭവങ്ങളാണ്. സുഹൃത്തുണ്ടാവുക, സൗഹൃദം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, ആദരിക്കാൻ പറ്റുക, ആദരവ് ഏറ്റുവാക്കാൻ പറ്റുക, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലെ മഹത്തായ സംഭവങ്ങളാണ്. അതിലെ ഒരു ചെറിയ അംശം, ഒരു ബിന്ദു, അനുഭവങ്ങളുടെ ആ ഏറ്റവും ഘനീഭൂതമായ ഭാവം ഉൾക്കൊള്ളുന്ന ഒരു നിമിഷം, ആ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ സർവ സ്ഥിരകളിലും എല്ലാ ഹൃദയത്തിന്റെ എല്ലാ ധമനികളിലും ഒരു പുതിയ ആനന്ദത്തിന്റെ നിർവൃതിയുടെ ഒരു പുതിയ അനുഭവം ഉണ്ടാവും. ഞാനിവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ കൂടുതൽ സംസാരത്തിൽ ആരാധന. കാരണം ഇത് കേവലം വിചാരത്തിന്റെ ഒരു ലോകമല്ല. ഞങ്ങളെ ക്ഷണിച്ചതും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ വന്നതും ഏതോ കുംഭമേളയില് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ത്രിവേണി സംഗമത്തിലേക്ക് ഒഴുകി വരുന്ന പോലെ ഏതോ മനോഹരമായ വികാരത്തിന്റെ മഹാപ്രവാഹത്തിന്റെ ഒരംശം. അല്ലെ, ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കാണാൻ വന്നു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചു, ആ മഹത്തായ വികാരത്തിന് ഒരു ചെറിയ അധ്യായം എഴുതി ചേർക്കാം. ഇതിന്റെ ഭാരവാഹികൾക്ക് ഈ ഒരു അധ്യാപനം എന്ന നിലയ്ക്ക് എന്റെ എല്ലാ നല്ല വിചാരങ്ങളോടും കൂടി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഒരു വാചകം കൂടി, ഇവിടെ പഠിച്ചു പോയി ജോലി കിട്ടി സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിപ്പെടാനും ജീവിതത്തിന്റെ ഓരോ ഇഷ്ടികയും വളരെ അടുക്കോടുകൂടി പടുത്ത് ഉയർത്താനും സാധിച്ച കുറച്ച് ആളുകളാണ് ഇവിടെ വന്നത്. അന്ന് 300ഓളം വിദ്യാർത്ഥികൾ PSC അന്ന് ഇവിടെ BA BSc ക്ലാസ്സുകളിലുണ്ടായിരുന്നു. അതിൽ 100-150 വിദ്യാർത്ഥികൾ കെമിസ്ട്രിയും ഫിസിക്സും സുവോളജിയും ബോട്ടണിയും പഠിച്ചവരാണ്. അന്ന് വിഷയങ്ങൾ കുറവായിരുന്നു. ഈ കോളേജിന്റെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ജീവിച്ചത്. ഇന്ന് ഈ കോളേജ് സമ്പന്നമായി കാണുമ്പോൾ രാജലക്ഷ്മിയെ പോലെ ഒരു പ്രിൻസിപ്പൽ ഇതിലെ കടന്നുപോയത് ഞാൻ ശ്രദ്ധിച്ചത്. കഴിഞ്ഞ 15 കൊല്ലമായി റിട്ടയർ ചെയ്തത്. ഈ നിശബ്ദമായ കാലങ്ങളുടെ ബൗദ്ധിക ജീവിതത്തിന്റെ മഹാപ്രവാഹത്തിലെ ഒരു ബിന്ദുവായി ഇവിടെ വന്നതിന് എനിക്ക് സന്തോഷം. ഇതിലൊന്നുമാകാതെ എവിടെയോ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട വഴിത്താരകളിൽ അലയുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഒന്നുമാകാൻ സാധിക്കാത്ത എന്റെ പ്രിയ ശിഷ്യരെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ആകാൻ സാധിക്കാം ആകുന്നവരുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അവർക്ക് വേണ്ടി എന്റെ ഈ വാക്കുകൾ സമർപ്പിക്കുന്നത്. ഈ കോളേജ് കാലടിയിലെ ബൗദ്ധിക പ്രവർത്തനങ്ങളുടെ സ്ഥിര കേന്ദ്രമാണ്. അതില് രാജലക്ഷ്മി ആശംസിച്ചതുപോലെ കുറച്ചുകൂടെ ഉയർന്ന ഒരു സർവകലാശാല തലത്തിലേക്കുള്ള ഉയർച്ചയിലേക്ക് വരട്ടെ. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടതിന് മാത്രമല്ല സന്തോഷം,
അദ്ദേഹത്തെ കണ്ടത് മഹാസന്തോഷം. കാരണം കരടുകുളന്ന് ഒരു വിദ്യാർത്ഥി ഇവിടെ നിന്ന് നീതിപീഠത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഭാഗമായി തീർന്നതിൽ വളരെ സന്തോഷം സർ. ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം, പേരിനായിരിക്കാം. ഏതായാലും ഇന്ന് വളരെ ചുരുങ്ങിയ അധ്യാപന കാലഘട്ടത്തില് എനിക്ക് കണ്ടുമുട്ടാൻ സാധിച്ച ഏറ്റവും മനോഹരമായ മുഖങ്ങളാണ് ഞാനിവിടെ കാണുന്നത്. ആ മുഖത്തിന്റെ സൗന്ദര്യം വസന്തോട്ടവും പോലെ, ഒരു പൂവിടെ എന്ന പോലെ മനോഹരമായി നിലകൊള്ളട്ടെ. ഇവിടെയുള്ള എല്ലാവർക്കും ജീവിതത്തിന്റെ മറ്റ് തലങ്ങളിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേർക്കാൻ എന്നെ കുറിച്ച്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പത്മനാഭനെ കുറിച്ച്, ഇവിടെയുള്ള എന്റെ സഹപ്രവർത്തകരെ കുറിച്ചൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ എന്റെ ഹൃദയത്തിന്റെ ഭാഗമായ ഓരോ കോശത്തിലും ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അധ്യാപകരുടെ പേരില്, എന്റെ പേരില് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മേലും ഇതുപോലെ നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. കോളേജ് എന്ന് പറഞ്ഞ മഹാസങ്കല്പനമുണ്ടല്ലോ, അത് മഹത്തായി തീരട്ടെ, കുറച്ചുകൂടെ മഹത്തായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. നടപ്പിലാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരെയും പങ്കെടുത്ത് അതിനുവേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇത്തരത്തിലൊരു വേദിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഇനി ഇതുപോലുള്ള കൊച്ചു കൊച്ചു അവസരങ്ങൾ ഉണ്ടാവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വലിയൊരു സദസ്സിരിക്കുമ്പോഴും 5, 6, 7 പേരുള്ള ഏറ്റവും ഇന്റിമേറ്റായിട്ട് കൂട്ടുകാരന്മാർ ഒരുമിച്ച് വല്ലപ്പോഴും വേദി ഒരുക്കാൻ അത് ഞാൻ പ്രധാനമായിരിക്കും. ഞാൻ ഏതാനും 2 ആഴ്ച മുമ്പ് ഒരു മലയാള സിനിമ ഉണ്ട്. ആ മലയാള സിനിമയിൽ പാട്ടിന്റെ വഴി ഇങ്ങനെയായിരുന്നു. എന്നും കൊതിയോടെ കാത്തിരുന്നു ഞാൻ അച്ഛന്റെ മടിയിൽ ഉറങ്ങാൻ. ഒരു പാട്ടിന്റെ വഴിയുണ്ട്. ആ പാട്ടിന്റെ വഴിയിൽ ഞാൻ എന്റേതായ മാറ്റം വരുത്തുന്നു. എന്നും കൊതിയോടെ കാത്തിരിക്കും ഞാൻ വല്ലപ്പോഴും നിങ്ങളോട് കൂടാൻ. ഏതായാലും പ്രതീക്ഷിച്ചതിൽ വളരെ വിജയകരമായിരുന്നു. കാരണം ഇവിടെ വിദ്യാർത്ഥികളെക്കായി കൂടുതൽ അധ്യാപകരെ അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഈ നിമിഷത്തിൽ വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുൻകൈയെടുത്ത് ചെയ്യണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പല ആളുകളും വിളിക്കുമ്പോ അയ്യോ അത് മറന്നുപോയല്ലോ, 12-ാം തീയതി ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. അത്രയ്ക്കും ഒരു എന്താ പറയാ മറവിച്ചുള്ള ആൾക്കാർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാടില്ല. അത് നമ്മുടേതായ ഒരു ഇതായിട്ട് ഏറ്റെടുക്കണം, എല്ലാവരും ഏറ്റെടുക്കണം. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെങ്കിലും അത് ഏറ്റെടുക്കണം, സ്വന്തമായിട്ട് ഏറ്റെടുക്കണമെന്ന് ഈ അവസാന നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കൂടുതൽ അതിനുവേണ്ടി കാത്തിരുന്നുകൊണ്ട് ഈലാണ്ടത്തെ ഒരു അവസാനിപ്പിക്കാനുള്ള ഒരു ഗാനത്തോടുകൂടി നമുക്ക് പരിപാടി ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴെയാണ് പോകുന്നത്. ഇന്ത്യയിലാണ് നമുക്ക് അവിടെ ഇടയ കന്യകെ പോക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടരാതെ കാലിടരാതെ ഇടയ കന്യകെ പോക നീ. യേശുദാസിന്റെ വളരെ ആരാധകൻ, യേശുദാസിന് വളരെ പ്രിയങ്കരമായ മഴവിൽ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം വിവയേ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമ
നിരവധ്യമീ നടന വിരാസം പകലുമിരവും പകരും പദചലന ജയമീളം ഘനശ്യാമസന്ധ്യാഹൃദയം വസന്തങ്ങളീ വഴിയേ വന്നു വനജോസ കൈക്കുമ്പിൽ നീട്ടി വസന്തങ്ങളീ വഴിയേ വന്നു വനജോസ കൈക്കുമ്പിൽ നീട്ടി രാസകേളിയമണീയം മകരന്ദ ബിന്ദുവിൽ മയങ്ങി ഘനശ്യാമസന്ധ്യാഹൃദയം അഗാധനീലിമകളിൽ വിദൂര തീരങ്ങളിൽ പ്രണവമുണരും സീമകളിൽ ധ്വനിധരണ ജയമീളം ഘനശ്യാമസന്ധ്യാഹൃദയം ഈളം തെന്നൽ ചിന്തുകളും പാടി കണിക്കുന്ന പൂവും വിളാടി ഈളം തെന്നൽ ചിന്തുകളും പാടി കണിക്കുന്ന പൂവും വിളാടി പൂനിലാവും മനനിഴലും ഉണരുന്ന മാമരം ഉണർന്നു ഘനശ്യാമസന്ധ്യാഹൃദയം നിറയെ മുഴങ്ങി മഴവിൽ മാണിക്യ വീണ ഘനശ്യാമസന്ധ്യാഹൃദയം